ഹായ് ഗെയ്സ്, ഇന്നലെ മാർച്ച് 14-ാം തീയതി വിച്ചോട്ടൻ്റെ ഒന്നാം പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ ഓർത്ത് രാവിലെ അവനെയും കൊണ്ട് അമ്പലത്തിൽ പോവാന്നേ. നമ്മൾ മുണ്ടക്കയത്ത് വള്ളിയങ്കാവ് അമ്പലത്തിലോട്ടോ പോകുന്നേ. നമ്മൾ എപ്പോഴും പോകുന്ന അമ്പലമാണ് കേട്ടോ. പപ്പായും ഉണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ കൂടെ. വീട്ടിൽ ചെന്നിട്ട് ചേട്ടാനെയും ചേച്ചീനെയും മോനെയും കൂടെ കൂട്ടിക്കൊണ്ട് നമുക്ക് പോവാവേ. വിച്ചൂസ് സാധാരണ ഇന്ന് ലേറ്റായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അതുപോലെ തന്നെ അവർ രാവിലെ എഴുന്നേൽക്കാനും താമസിക്കുവേ. ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ട് രാവിലെ എഴുന്നേൽപ്പിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് അവന് നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നേ. വിച്ചൂസിന് യാത്രയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വിച്ചൂസിനെ കളിപ്പിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേനും നമ്മൾ വീടെത്തിയായിരുന്നു കേട്ടോ. 7 മണിക്ക് 7:30 ഉള്ളിൽ നമ്മൾ ചെല്ലുമെന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായി പോയി. അവർ നേരത്തെ തന്നെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ചേട്ടായി മോനും ആട്ടോ. ക്യാമറ കണ്ടത് എന്നോട് എടുത്തുകൊണ്ട് പൊടിയെന്ന് പറഞ്ഞായിരുന്നേ. പക്ഷെ ഞാനതൊന്നും വകവെക്കത്തില്ല ഗെയ്സ്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അവൻ്റെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ കൊണ്ട് ഇട്ടെന്നാൽ അവൻ എന്നെ ശരിയാക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ ഞാൻ ഓർത്ത് അതൊന്ന് കണ്ടിട്ടേ ഉള്ളെന്ന്. മര്യാദയ്ക്കായിരുന്നെങ്കിൽ ഞാൻ ഇടൂലായിരുന്നു കേട്ടോ. ആണ്ട വരുന്ന അടുത്തത് ഞങ്ങൾക്ക് ക്യാമറ കാണുമ്പോൾ പിന്നെ കുറച്ച് നാണമാണ് ഗെയ്സ്. എന്നാൽ പിന്നെ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. മുണ്ടക്കയത്ത് വന്നിട്ട് യുവതിക്ക് ഒരു ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കേട്ടോ. വിച്ചൂസ് കുറേ നേരം അമ്മായിയുടെ കൂടെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അടുത്തോട്ട് പോന്നേ. അപ്പോൾ കുറേ നേരം ഞാനിരുത്തി പാട്ടുമൊക്കെ വെച്ച് കളിപ്പിച്ചു കേട്ടോ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വീട്ടിന് യാത്രയൊക്കെ പോകാനും കാഴ്ചകളൊക്കെ കാണാനും ഭയങ്കര ഇഷ്ടമായിട്ടോ. അവൻ എത്ര നേരം വേണേലും വഴക്കൊന്നും ഇല്ലാതിരിക്കും കേട്ടോ.
ഞാൻ വീഡിയോ എടുക്കുന്നതിന് അവൻ എന്നെ കളിയാക്കുന്നതാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയുടെ സൈഡിൽ കൂടെ എല്ലാം ഒരുപാട് ലില്ലിപ്പൂക്കളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. ഇവിടെയെല്ലാം ഏക്കർ കണക്കിനാണ് കേട്ടോ കൈതത്തോട്ടം. അതെല്ലാം ഒരാളുടെയാണേ. ഇവിടെ മൊത്തം കാട് പോലെ കേട്ടോ. പള്ളിയൊക്കെ ഉണ്ട്. പിന്നെ വഴി സൈഡിൽ കൂടെ ഫുള്ള് പശുക്കളാണ് കേട്ടോ. എപ്പോഴും കാണാം, എപ്പോൾ പോയാലും കാണാം. ഇവർ പകൽ സമയത്തെല്ലാം പുല്ലൊക്കെ കഴിച്ചേച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേനും തന്നെ വീട്ടിൽ ചെല്ലും കേട്ടോ.
പാർക്കിംഗ് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വണ്ടി ഇട്ടേച്ച് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി കേട്ടോ ഗേയ്സ്. അങ്ങനെ വിച്ചുക്കുട്ടനൊക്കെ ആയിട്ട് കുറച്ച് നേരം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ചേട്ടായും ചേച്ചിയും മോനും ആട്ടോ. നമ്മൾ എണ്ണയൊക്കെ വാങ്ങിച്ചു. അമ്പലത്തിൻ്റെ അകത്തുനിന്ന് ഫോട്ടോയോ വീഡിയോയോ എടുക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നുള്ള ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളേ. അങ്ങനെ അമ്പലത്തിൽ വന്നു. അച്ഛയും മോനും കേട്ടോ കയറി പോകുന്നത്. അകത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് മാത്രമേ എടുത്തിട്ടുള്ളേ. പിന്നെ അമ്പലത്തിൽ കയറി തൊഴുതേച്ചിറങ്ങി കേട്ടോ. അപ്പോഴേക്കും ദാഹിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ തൊട്ടടുത്തൊരു കടയിൽ കയറി ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. അമ്പലത്തിൽ കയറി തൊഴുതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച ശേഷം പിന്നെ തിരിച്ച് മടങ്ങി കേട്ടോ. അപ്പോഴേക്കും വിച്ചൂസ് കിടന്ന് ഉറങ്ങി കേട്ടോ. അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ മുണ്ടക്കയം ടൗണിൽ വന്നു കേട്ടോ. അപ്പം ബേക്കറിയിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്ത് ഇവിടെ നിർത്തിയതാണേ. അങ്ങനെ ഷേക്കും ഒക്കെ കുടിച്ച് ചെറുകടിയൊക്കെ കഴിച്ചിട്ട് നേരെ പൂഞ്ഞാറ് വന്നപ്പോഴേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഈ ചൂട്ടന് കേക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കും ഒക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് വന്നേ. അപ്പോഴേക്കും മമ്മി ബാക്കി ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പം നമുക്കിനി കേക്ക് മുറിക്കാവേ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാവേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.